എല്ലാം ഒത്തുതീർന്നുവെന്ന് തോന്നിയതാണ്, പക്ഷേ പാളി. സമസ്തയിലെ സമവായ നീക്കം പാളി. ഒരു ദിവസം മാത്രം നീണ്ട സമവായം നീക്കം. വിമതർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലീഗ് നേതൃത്വം വന്നു. പരസ്യ ഖേദപ്രകടനം നടത്തണമെന്ന തീരുമാനം പാലിച്ചില്ലെന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. സമസ്തയിലെ നേതാക്കൾ യോഗത്തിൽ ഖേദം പ്രകടിപ്പിച്ചെന്നും തുറന്നടിച്ചു. അടുത്ത കാലത്ത് ഉണ്ടായ ഒന്ന് രണ്ട് പ്രസ്താവനകൾ, അത് മുക്കം വയസ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അൻവർ വയസ്സിൻ്റെ ഒക്കെ വന്ന ചില പ്രസ്താവനകൾ, അത് തങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. മാത്രമല്ല അത് എന്നോട് പറഞ്ഞിട്ട്, അതാണ് തങ്ങൾ പറഞ്ഞത്, എന്നോട് പറയലല്ലോ, അത് പൊതുപ്രസ്താവന വന്നതല്ലേ. അത് നിങ്ങൾ ഇവിടെ പത്രങ്ങളാരും ഇന്നലെ ഉണ്ടായിരുന്നില്ല, നമ്മളാർക്കോട്ട് അതിനെ സംബന്ധിച്ചൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുമില്ല. അത് അവർ തന്നെ മാന്യമായിട്ട് പുറത്ത് പറയേണ്ടതാണ്. പുറത്ത് വന്ന ഒരു പ്രസ്താവനക്ക് മറുപടി പുറത്ത് പറയണമല്ലോ, എന്നാലേ നാട്ടുകാരെ അറിയുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാൽ ആ ധരണിയിലാണ് പിരിഞ്ഞത്. അത് മാനസികമായിട്ട് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറയലാണല്ലോ ഖേദ പ്രകടനം എന്ന് പറയുന്നത്. അത് അവർ പറയുകയും ചെയ്തു, അത് ഞങ്ങൾ പുറത്ത് പറയാമെന്നുള്ള ധാരണയിലാണ് പോയത്. പക്ഷെ അതുമാത്രം പറഞ്ഞില്ല. ഖേദപ്രകടനം പുറത്തു പറയണമെന്നുള്ളത് തന്നെയാണ് ലീഗിന്റെ നിലപാട്. എന്നാൽ ഹമീദ് ഫൈസി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതല്ലെന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളും പ്രതികരിച്ചത്. ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത്, കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പുറത്ത് തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പിരിഞ്ഞത്. അപ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞു. അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത്. വിവാദങ്ങളിൽ സാദിഖ് അലി തങ്ങളോട് മാപ്പ് പറഞ്ഞിട്ടില്ലെന്ന് ഉമർ ഫൈസി മുക്കം പറയുന്നു. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിന് വിരുദ്ധമാണ് ഈ പ്രസ്താവന. മാപ്പ് പറയുക ദൈവത്തോട് മാത്രമാണെന്നും ഉമർ ഫൈസി വ്യക്തമാക്കും. എല്ലാ പ്രശ്നവും പരിഹരിച്ചെന്ന് പറഞ്ഞുകൂടാ. നമ്മൾ തങ്ങൾക്കുള്ള വിഷമുണ്ടായ സംഗതികൾ പരിഹരിച്ചു. അങ്ങനെ ഖേദത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക്. തങ്ങൾക്കും ഇങ്ങോട്ടും ഖേദമില്ല, അങ്ങോട്ടും ഖേദമൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ എന്താ വിഷയം ഉണ്ടായിട്ട് പറഞ്ഞു തീർന്നില്ലേ. മാപ്പ് അള്ളാഹിനോടാണ് പറയുക. ഞങ്ങൾ അള്ളാഹിനോടല്ല വേറെ ആളും പറഞ്ഞു. ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് പറയലാണ്. വേറെ ഒരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് എന്തായി? ലീഗ് നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഇന്ന് രംഗത്തെത്തി. ബാഫക്കി തങ്ങളാണ് നേതൃത്വത്തിലെ മാതൃകയെന്ന ഒളിയമ്പും ഇന്ന് ചെയ്തു. സമസ്തയ്ക്ക് പോറലേൽക്കുന്ന ഒന്നും ബാഫക്കി തങ്ങൾ ചെയ്തിട്ടില്ല. രാഷ്ട്രീയത്തിനേക്കാളും മതവിശ്വാസത്തിന് പ്രാധാന്യം നൽകിയെന്നും ജിഫ്രി തങ്ങൾ പറയും. അവര് നമ്മൾക്ക് മനസ്സിലാക്കിയതുപോലെ ഒരു സാധാരണ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, മതപരമായ കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയവും മതവും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക. ലീഗ് നേതൃത്വത്തിനെതിരെ ആദ്യമായല്ല ഇങ്ങനെ പരോക്ഷ വിമർശനം സമസ്ത നേതൃത്വം ഉന്നയിക്കുന്നത്. ഖാസി വിവാദം പ്രേക്ഷകർക്ക് ഓർമ്മയില്ലേ? ഇല്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം. കണ്ടു. സമസ്തയിൽ ശുദ്ധീകരണം നടത്തണമെന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ വന്ന് ശുദ്ധീകരണം നടത്തി തരാം, ഞങ്ങളെ കമ്പനിക്ക് അതിൻ്റെ കോണ്ടാക്ട് തന്നാളിയെന്നോ അല്ലെങ്കിൽ ഞങ്ങളായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കളി. എന്നിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ശുദ്ധീകരണത്തിന് ആളാവശ്യമില്ല. കാരണം ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ തൂപ്പുകാർ, മറ്റ് ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തകർ, പണിക്കാരൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പുറത്തൊരു കമ്പനിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു കരാറ് വ്യവസ്ഥയിലായി ചെയ്യാൻ അപ്പോൾ ഉദ്ദേശിക്കണമില്ല. അപ്പോൾ നമ്മൾ പണിക്കാരെ വെച്ചുകൊണ്ട് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും. ഇനിയൊരു ചർച്ചയ്ക്ക് സാധ്യതയില്ലെന്ന് ലീഗ് നേതാക്കൾ പറയുമ്പോൾ വലിയ പൊട്ടിത്തെറി തന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് സമസ്തയ്ക്കും ലീഗിനും ഇടയിൽ സംഭവിക്കുന്നത് എന്ന് അഷ്കർ അലി നമ്മളോട് പറയും. അഷ്കർ അലി, ഗുഡ് ഈവനിങ് അഷ്കർ അലി. ഒരു പണ്ഡിത സഭയാണ് യഥാർത്ഥത്തിൽ ഈ സമസ്ത, എന്നാൽ രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലീഗ്. എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനൊരു അന്തമില്ലേ? അരുൺ, തീർച്ചയായും സമസ്തയിലെ സമവായം ഇല്ലെങ്കിൽ ആ സമവായത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെ നേരത്തെ തന്നെ പലപ്പോഴും സമവായമാകാതെ പിരിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സമാന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. സമസ്തയിലെ വിഭാഗീയത പരിഹരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പലതവണ മുസാവറ നേതൃത്വത്തിൽ നടന്നിരുന്നു, അല്ലെങ്കിൽ സമസ്തയും ലീഗിൻ്റെ നേതാക്കളുടെയൊക്കെ തമ്മിൽ നേതൃത്വത്തിൽ നടന്നിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ വിഫലമാവുന്ന കാഴ്ചയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് സമസ്തയുടെ മുസാവറ കൂടി നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ
തീർക്കാൻ വേണ്ടി ഹമീദ് ഫൈസി അമ്പലക്കടവും ഉമർ ഫൈസി മുക്കവും അടക്കമുള്ള മുസ്തഫ മാസ്റ്റർ മുണ്ടുമാർ അടക്കമുള്ള സത്താർ ബന്ധുക്കൾ അടക്കമുള്ള സമസ്തയിലെ ലീഗ് വിരോധികൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ലീഗ് വിരുദ്ധർ എന്നറിയപ്പെടുന്ന ആളുകൾ പാണക്കാട്ടേക്ക് എത്തുന്നത്. നിലവിൽ പാണക്കാട് സ്വാധികാര ശാപങ്ങൾക്കെതിരെ പലപ്പോഴും പരസ്യ പ്രസ്താവനകൾ നടത്തിയിരുന്ന നേതാക്കളാണ് ഇവരൊക്കെ തന്നെ. ആ നേതാക്കൾ അവിടെ എത്തി ആ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനായിരുന്നു തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കം അവിടേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ധാരണ പാണക്കാട് സ്വാധികാര ശാപങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നതനുസരിച്ച് അത് ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ പാണക്കാട് സ്വാധികാരി തങ്ങളോട് പാണക്കാട് എത്തി തന്നെ ഖേദം പ്രകടിപ്പിക്കുകയാണ് ഈ നേതാക്കളൊക്കെ ചെയ്തത്. സമസ്തയുടെ നേതാക്കൾ ഖേദം അറിയിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിൽ സാധിക്കൽ തങ്ങളടക്കം ഇല്ലെങ്കിൽ അവിടെ ചർച്ചയിൽ ഉയർത്തിരിഞ്ഞ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങൾ പരസ്യമായി പറഞ്ഞ പ്രതികരണങ്ങൾക്ക് പരസ്യമായി തന്നെ ഖേദം പ്രകടിപ്പിക്കാതെ പൊതുസമൂഹത്തോട് പോയി പറയുക എന്നുള്ളതായിരുന്നു ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനം. പക്ഷേ അത്തരമൊരു നിലപാടല്ല ഈ സമസ്തയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ ഹമീദ് ഫൈസി അമ്പലക്കടവും ഉമർ ഫൈസി മുക്കം അടക്കമുള്ള ആളുകൾ ഇന്നലെ മലപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തിയെങ്കിൽ പോലും ആരും തന്നെ അത്തരത്തിൽ ഒരു ഖേദപ്രകടനം നടത്തിയിട്ടില്ല. അത് തീരുമാനത്തിന് വിരുദ്ധമാണ്. മാത്രമല്ല ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. സ്വാധികൾ തങ്ങളടക്കം നീതിപൂർവമായ ഒരു നിലപാടല്ല ഈ സമസ്ത നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് പറഞ്ഞ് പരസ്യമായ ഒരു വിമർശനം. ചുരുക്കത്തിൽ ലീഗ് സമസ്ത തർക്കം ഒരു ചെറിയ സമവായത്തിന് ശേഷം വീണ്ടും പൊട്ടിത്തെറികളിലേക്കാണ് എന്ന സൂചനയാണ് ഇപ്പോൾ മലബാറിൽ നിന്ന് വരുന്നത്.